അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ഇർഷാദ് ഇന്ന് 25 കിലോമീറ്ററാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നടന്നത്. കർണാടകയിൽ പ്രവേശിച്ചത് വിവരം അറിയുമല്ലോ. ഇന്ന് മുൽക്കി എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഇർഷാദ് താമസിച്ചിരിക്കുന്നത്. അവിടുത്തെ പള്ളിയിൽ ഖത്തീബുമായിട്ട് സംസാരിച്ചു. ഖത്തീബ് സമ്മതം മൂളി. അങ്ങനെ അവിടെ താമസം ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇർഷാദിന് എല്ലാവിധ സപ്പോർട്ടും സഹായവും നമ്മുടെ ഭക്ഷണ സൗകര്യവും എല്ലാം തന്നെ ലഭിക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല, റാഹത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഇർഷാദ് പോകുന്നത്. അതുപോലെ തന്നെ നാളെ 28 കിലോമീറ്റർ മുൽക്കിയിൽ നിന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഉടുപ്പി എത്തും. ഉടുപ്പിയെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കും നാളെ പോകുന്നത്. അപ്പോൾ കേരളം മൊത്തം യാത്ര ചെയ്തു. പരപ്പനങ്ങാടിയിൽ നിന്ന് കേരളം യാത്ര ചെയ്ത് ഇപ്പോൾ കർണാടകയിലൂടെയാണ് നടക്കുന്നത്. കർണാടകയിൽ ഉടുപ്പിയിൽ ഇൻഷാ അല്ലാഹ് നാളെ എത്തുമെന്നാണുള്ളൊരു പ്രതീക്ഷയാണ്. ഇന്ന് 25 കിലോമീറ്ററാണ് നടന്നത്. നാളെ 28 കിലോമീറ്റർ മുൽക്കിയിൽ നിന്ന് നടന്നു കഴിഞ്ഞാൽ നേരെ ഉടുപ്പിയിലെത്തും. അവിടെ സ്റ്റേ ചെയ്യും ഇൻഷാ അല്ലാഹ്. നമുക്ക് നോക്കാം. അപ്പോൾ അതോടുകൂടി തന്നെ നമുക്ക് കർണാടക യാത്ര ചെയ്യാണ്ട് കർണാടക കഴിഞ്ഞാൽ ഗോവ കഴിഞ്ഞാൽ മഹാരാഷ്ട്ര, അങ്ങനെയായിരിക്കും നമ്മുടെ ഇർഷാദ് യാത്ര ചെയ്യാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇർഷാദിൻ്റെ യാത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്തിലായി കൊടുക്കട്ടെ, സന്തോഷത്തിലായി കൊടുക്കട്ടെ, എല്ലാവിധ സപ്പോർട്ടും അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ആമീൻ. നിങ്ങളുടെ ആമീന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.